മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നക്ഷത്രങ്ങൾ തെളിഞ്ഞ തണുത്ത രാവിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയ യുഗത്തിന്റെ തുടക്കമായി ഒരു കുഞ്ഞുകുട്ടി ഭൂമിയിൽ ജനിച്ചു. ആ കുഞ്ഞുകുട്ടിയാണ് നാം ആഘോഷിക്കുന്ന ക്രിസ്മസിന്റെ കേന്ദ്രബിന്ദുവായ ഉണ്ണീശോ. എന്തിനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ അനന്തവും അഗാധവുമായ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. ഈ ക്രിസ്മസ് കാലം നമുക്ക് അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിന്റെയും സമയമാകട്ടെ. നമുക്ക് ചുറ്റുമുള്ളവരോട് സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗിക്കാം. കഴിഞ്ഞ കാലത്തെ മറക്കാം, വീണ്ടും ഒരു പുതിയ യുഗം രചിക്കാം. ഈ ക്രിസ്മസ് കാലം നമുക്ക് മനോഹരമായ അനുഭവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ. സ്നേഹവും സമാധാനവും ഒത്തിരി സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിത്തുകൾ പകരാൻ ലഭിച്ച ഈ അവസരത്തെ നന്നായി ഉപയോഗിച്ച് നമ്മുടെ ഭവനങ്ങളെ, നമ്മൾ ആയിരിക്കുന്ന സന്ദർഭങ്ങളെ സ്വർഗമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനായി ഉണ്ണീശോയെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പോൾ, കാനൽ ഗാനങ്ങൾ പാടുമ്പോൾ, സമ്മാനങ്ങൾ നൽകുകയും മേടിക്കുകയും ചെയ്യുമ്പോൾ, പുൽക്കൂട് തയ്യാറാക്കുമ്പോഴെല്ലാം നാം സന്തോഷം കൊണ്ട് നിറയുന്നു. കാരണം ഇവയെല്ലാം ക്രിസ്മസിന്റെ ഭാഗങ്ങളാണല്ലോ. എന്നാൽ യഥാർത്ഥ ക്രിസ്മസ് നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടേണ്ടതാണ്. ഈ ദിവസം മഹത്വപൂർണ്ണമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി ഇന്നത്തെ വിശുദ്ധനായ ഫീലോഫിലെ വിശുദ്ധ ഡൊമിനിക്കിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ ക്രിസ്മസ് സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളും മംഗളങ്ങളും നേരുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ ലീഗ്.